ഹായ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഉച്ച നേരമായി. രാവിലെ തൊട്ട് വിചാരിക്കുന്നു വ്ളോഗ് എടുക്കാമെന്ന്, പക്ഷേ എന്തോ ഒരു മടി. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ ഉച്ചയായി. സില്ലക്കുട്ടി ഞാനും കൂടെ പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അന്നക്കുട്ടി ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തിട്ട് മുറ്റമൊക്കെ അങ്ങനെ ആകെ ചെളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ സില്ലക്കുട്ടി അകത്തോട്ട് കയറി എന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ഈ ബാഗിൽ നിറയെ മറ്റേ ബിൽഡിംഗ് ബ്ലോക്സാണ്. അത് ചെരിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. ചെരിച്ചു. ഈ ബിൽഡിംഗ് ബ്ലോക്സ് ചെരിക്കുന്നത് കൊണ്ടല്ല കുഴപ്പം, ഇത് ഇവർ തിരിച്ച് പറക്കി വെക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഇതിപ്പോൾ സില്ലക്കുട്ടിയാണ് ചെരിച്ചത്. കുറച്ച് കഴിഞ്ഞ് സില്ലക്കുട്ടി എടുത്തു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയും ഞാനല്ല ചെരിച്ചത്, അന്നക്കുട്ടിയാണ്, അപ്പൂസാണ് ചെരിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ അപ്പൂസ് സ്ഥിരം നമ്മുടെ ടി വിയുടെ മുന്നിലുണ്ട്. അപ്പൂസിൻ്റെ ഫേവറേറ്റാണ് ഉപ്പും മുളക് കേട്ടോ. അപ്പോൾ ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തൊക്കെയോ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. മുട്ട ഞാൻ കുത്തിപ്പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സവാളയും പച്ചമുളക് കീറിയിട്ടിട്ട് വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കുത്തിപ്പൊരിക്കുന്നത്. ഈ മുളക് ഞാൻ അങ്ങനെ വലുതാക്കി കീറിയിട്ടിരിക്കുന്ന കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പം മുളക് എടുത്ത് കളയാൻ എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഇവിടെ ആകെ പരത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥാനം മാറിയിട്ടില്ല. ഉപ്പും മുളകും കണ്ടത് സെറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നക്കുട്ടി എന്നെ എന്തോ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് സാമ്പാറും മുട്ട പൊരിച്ചതും പിന്നെ മീൻ വറുത്തതുമാണ് ഇന്നേക്ക്. അന്നക്കുട്ടി അതിലെ മുരിങ്ങക്കോല അന്നക്കുട്ടിക്ക് വീക്ക്നെസ്സാണ്. അന്നക്കുട്ടി വേഗം എടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാലോ. അങ്ങനെ അപ്പോൾ മുട്ട അങ്ങനെ ചിക്കി പറക്കി തിന്നുന്നുണ്ട്. എല്ലാവർക്കും കൂടെ ഞാൻ ഒരൊറ്റ പ്ലേറ്റിലാണ് എടുക്കുക. അതിന്ന് എല്ലാവർക്കും ഇങ്ങനെ വാരി കൊടുക്കും. ഇവർക്ക് തന്നെ കൊടുത്താൽ കഴിക്കും, പക്ഷേ ഇതിപ്പോൾ അരമണിക്കൂർ എടുക്കും എല്ലാവർക്കും കൊടുത്തു വരാൻ. പക്ഷേ ഇവർ തന്നെ കഴിക്കുമ്പോൾ അത് 1-2 മണിക്കൂറൊക്കെ ആവും. പിന്നെ ഇവിടെ ആകെ പരത്തും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ 3 ആൾക്കും ഇങ്ങനെ ഒരു പ്ലേറ്റിലെടുത്ത് വാരി കൊടുക്കുന്നത് കേട്ടോ. അതൊരു ടാസ്ക്കാണ്. ഇവർ വിളിച്ചാൽ ആദ്യം ഇങ്ങനെ ഇരിക്കുമെങ്കിലും പിന്നെ വിളിച്ചോടത്തൊന്നും വരില്ല. 1-2 ഉരുള വായ വെച്ച് കഴിഞ്ഞാൽ ഇവർ എനിക്ക് നടന്നു തുടങ്ങും. ഇങ്ങനെ ഇരിക്കുന്നതൊന്നും നോക്കണ്ട. അന്നക്കുട്ടി എനിക്ക് നടന്നു. പുറത്തേക്ക് പോയി. മഴ പെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പുറത്തേക്ക് പോകുന്നത്. അവരോട് കുറേ തവണ കയറാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കണില്ല. അപ്പോൾ അപ്പുവാണ് എൻ്റെ ഗുണ്ട. അപ്പുവാണ് അവരെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ മീനായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇന്ന്. അപ്പോൾ ചാളയായിരുന്നു മീൻ. ഇന്ന് മീനിൻ്റെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അത് ഞങ്ങളിവിടെ പരുന്നീൻ എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ്. എനിക്ക് മീൻ വലിയ താല്പര്യമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത് തോന്നുന്നു. അപ്പോൾ മീനിൻ്റെ ഉണ്ണിയാണോ ചോദിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ സില്ലക്കുട്ടി വീണ്ടും പുറത്തേക്ക് പോയി. അവിടുന്ന് വിളിച്ചിട്ട് ഞാൻ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റീൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ ഏതാണ് നമ്മുടെ കരിങ്കാളി. അപ്പോൾ സില്ല് മഴ കാണാൻ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ കുറേ വിളിക്കുന്നുണ്ട് അവളെ കയറുടെ. മഴ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണുന്നില്ലായിരിക്കും, പക്ഷേ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. ഇവൾ കയറാൻ സമ്മതിക്കുന്നില്ല. ഞാൻ വിളിച്ച് അവസാനം അവൾ കയറി. മഴ കണ്ടപ്പോഴാണ് കുട്ടികൾക്ക് ആഗ്രഹം നമുക്ക് ബോട്ടുണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി വിടാമെന്ന്. ഞങ്ങളുടെ വീടിന് നേരെ മുന്നിലുള്ള ചാലിൽ നല്ലോണം മഴ പെയ്താൽ വെള്ളം ഒഴുകും കേട്ടോ. അപ്പോൾ ആ മഴവെള്ളത്തിൽ ഈ ബോട്ടുകൾ ഒഴുക്കി വിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ബോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടുകൾ 3 ആൾക്കും ബോട്ട് വേണം, ഒരാൾക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ പോരാ. കണ്ട വെള്ളം ഒഴുകുന്നുണ്ടോ? ഈ വെള്ളത്തിലാണ്. ഇത് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ വലിയ കാടുണ്ട്. ആ കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അത് മഴ പെയ്താൽ അങ്ങനെ ഇതൊന്നുമല്ല വെള്ളം, ഇതിലും കൂടുതലായിട്ട് ചാലൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകും. ഒരു വട്ടം നമ്മൾ ബോട്ട് ഒഴുക്കി വിട്ടു, പക്ഷേ ബോട്ട് ഇടയിൽ കല്ലിൻ്റെ ഇടയിൽ തങ്ങി നിന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടികൾക്ക് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ഒഴുക്ക്. അപ്പോൾ നമ്മൾ അടുത്തത് ഒരു ബോട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് നമ്മൾ ഒഴുക്കി വിട്ടു, പക്ഷേ അത് പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയി. പക്ഷേ അതിനെ കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ തടഞ്ഞു നിന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ബോട്ട് വരണമെന്ന് നോക്കിയിട്ട്. അവസാനം ബോട്ടിനെ കാണാതായപ്പോൾ അവരിങ്ങ് എണീറ്റ് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കൊടുത്തിട്ട് അടിച്ചോരാൻ മറന്നു. അപ്പോഴേക്കും ബോട്ട് ഉണ്ടാക്കണ തിക്കും തിരക്കിൽ അങ്ങനെ പോയി അടിച്ചോരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവിടെ ഒരു വട്ടം ഒന്നല്ല അടിച്ചു വരേണ്ടത്, മിനിമം ഒരു 10 വട്ടെങ്കിലും ഞാൻ അടിച്ചു വരേണ്ടി വരും. ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ അതിൻ്റെ പിന്നാലെ അടിച്ചു വരേണ്ടി വരും. അപ്പോൾ സില്ലക്കുട്ടി നമുക്കൊരു ഉച്ചരിഞ്ഞു. ഒരു 4 മണി 3 മണി സമയമൊക്കെ എല്ലാവരും കളിക്കാൻ ഇറങ്ങി. മഴയൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. സില്ല വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറടി മോളെ എന്ന് പറഞ്ഞതനുസരിച്ച് അതൊന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ചൊറിഞ്ഞുറങ്ങും. കളിയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ്
ഇവർ ഇങ്ങനെ പോകാൻ നിൽക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? അപ്പാപ്പൻ്റെ കൂടെ മിഠായി മേടിക്കാൻ. ദിവസം അതൊരു കോട്ടയാണ് അപ്പാപ്പൻ്റെ കൂടെ പോയി മിഠായി മേടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു പോന്നു. എല്ലാവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. എന്നും ഇത് ഇവിടുത്തെ ഒരു പതിവാണ് കേട്ടോ. ദാ ഈ പുളിമിഠായില്ലേ, പുളിമിഠായി ഇതിൽ അതിനകത്ത് പുളിയുടെ ഒരു ജ്യൂസ് ഉണ്ട്. അതാണ് ഈ മേടിച്ചു കൊടുത്തിരിക്കുന്നത്. അധികം വിലയൊന്നുമില്ല, 50 പൈസ അങ്ങോട്ടേ ഉള്ളൂ തോന്നുന്നുണ്ട് ഒരു പാക്കറ്റിന്. ഇത് കേട്ടോ, ആ മിഠായിയാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേഫർ റോളും മേടിച്ചിട്ടുണ്ട്. സാധാരണ എനിക്ക് തരാറൊന്നുമില്ല, ഇപ്പോൾ അതേ വീഡിയോ എടുക്കണം കണ്ടിട്ടാണ് എൻ്റെ വായിൽ ഈ വെച്ച് തരുന്നത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും അടിച്ചോരൽ തുടങ്ങിക്കഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇനി എത്ര തവണ അടിച്ചോരേണ്ടി വരും തമ്പുരാനറിയാം. നമുക്ക് ഇനി ഒരു കള്ളനെ കാണിച്ചു തരാം കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ അപ്പൂസാണ്. പതുങ്ങി നമ്മുടെ പാത്രത്തിൽ നിന്ന് അവൻ്റെ സ്നാക്സ് എടുക്കാൻ വന്നതാണ്. ഇങ്ങനെ കാണാതെയാണ് നമ്മുടെ അപ്പൂസ് ഇടയ്ക്ക് എടുത്തുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞു അവർക്ക് വീണ്ടും കളി തുടങ്ങി. ഇങ്ങനെ പലതരം കളികൾ ഇവിടെ അരങ്ങേറും. നമുക്ക് എന്താണെന്ന് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞു. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞാൻ പാത്രമൊക്കെ കഴുകി വയ്ക്കുകയാണ്. നമ്മുടെ അപ്പുമാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും മഴ കൂടി തണുത്തിട്ട് നിൽക്കാൻ വയ്യ. വീണ്ടും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടുള്ള കളിയുടെ സെക്ഷനാണ് ഈ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് അന്നക്കുട്ടി കണ്ട വായയിൽ വിരലിട്ടിട്ട് കിടക്കുന്നത്. അതിനാണ് കേട്ടോ ആ പുതപ്പാടെ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പോയി അന്നക്കുട്ടി വായയിൽ വിരലിടാൻ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവൾ നിർത്തി. അവൾക്ക് നാണക്കേടാണ്. സ്കൂളിൽ പോയാലൊന്നും അവൾ വിരലിടില്ലേ വായയിൽ. വീട്ടിൽ വന്നാൽ അതൊരു പതിവാണ്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വായയിൽ വിരലിടും. കണ്ട ഈ പോക്ക് വീണ്ടും വായയിൽ വിരലിടാനാണ്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ട കമന്ന് കിടന്നിട്ടാണ് ഇപ്പോൾ വായയിൽ വിരലിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവളെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവൾ വരാത്തത്. അന്നക്കുട്ടിക്ക് ഭയങ്കര നാണക്കേടാണ്. അന്നക്കുട്ടി സ്കൂളിൽ പോയാലൊന്നും ഇങ്ങനെ വായിൽ വിരലിട്ട് കിടക്കില്ല. ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ അവൾ തല പൊന്തിക്കണില്ല. ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് അന്നക്കുട്ടീനെ കളിയാക്കും. എന്നാലും അന്നക്കുട്ടിയെ നിർത്താനുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇനിയിപ്പോൾ ഏത് കാലത്താണ് അവൻ നിർത്തത്. കളിയൊക്കെ കഴിഞ്ഞതേ അടുത്തത് നമ്മുടെ ഡാൻസാണ്. അപ്പോൾ നമ്മുടെ ഇല്ലുമിനാറ്റിയില്ലേ ആവേശത്തിൽ, അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു കുറേ കളിക്കട്ടെ എന്ന്. കാരണം വേഗം ഉറങ്ങില്ല അവർ. ഉച്ചയ്ക്ക് ഞാൻ ഉറക്കാറില്ല. അത് കാരണം വൈകുന്നേരം അവർ വേഗം ഉറങ്ങും. 9:30 മാക്സിമം, അതിന് മുന്നേ അവർ ഉറങ്ങും കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്